السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സഹാബാക്കളിൽ ആദ്യത്തെ പേര് ഹസ്രത്ത് സായിബ് ബിൻ ഉസ്മാന്റേതാണ് റളിയല്ലാഹു തആല അൻഹു. ഇദ്ദേഹത്തിന്റെ ബന്ധം ബനു ജുമാ ഗോത്രവുമായിട്ടാണ്. ഇദ്ദേഹം ഹസ്രത്ത് ഉസ്മാൻ ബിൻ മഅ്സൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ആയിരുന്നു. അങ്ങയുടെ മാതാവിന്റെ പേര് ഹസ്രത്ത് ഖൗല ബിൻത് ഹക്കീം എന്നായിരുന്നു. ഇസ്ലാമിന്റെ പ്രാരംഭത്തിൽ തന്നെ അവിടുന്ന് മുസ്ലിം ആയിരുന്നു. ഹസ്രത്ത് സായിബ് ബിൻ ഉസ്മാൻ തന്റെ പിതാവും പിതൃവ്യൻ ഖുദാമക്കും കൂടെ ഹബ്ഷയിലേക്കുള്ള രണ്ടാം ഹിജ്റത്തിൽ പങ്കെടുത്തിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തതിനു ശേഷം ഹസ്രത്ത് സായിബ് ബിൻ ഉസ്മാനും ഹസ്രത്ത് ഹാരിസ ബിൻ സുറാക്ക അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനും ഇടയിൽ സഹോദര്യ ബന്ധം സ്ഥാപിച്ചു. ഇദ്ദേഹത്തെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വില്ലാളി വീരന്മാരായ സഹാബാക്കളിൽ എണ്ണപ്പെടാറുണ്ട്. ഹസ്രത്ത് സായിബ് ബിൻ ഉസ്മാൻ ബദർ, ഉഹദ്, ഖന്ദക് എന്നീ മറ്റു യുദ്ധങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. ബുആത്ത് യുദ്ധത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയെ മദീനയിലെ അമീറായി നിശ്ചയിച്ചു. ബുആത്ത് യുദ്ധം 2 ഹിജ്രിയിലാണ് നടന്നത്. അതിനെക്കുറിച്ച് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതിയിട്ടുണ്ട്. റബിയുൽ അവ്വലിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ റബിഉസ്സാനിയുടെ തുടക്കത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് ഒരു വാർത്ത ലഭിച്ചു. അപ്പോൾ അവിടുന്ന് മുഹാജിരീങ്ങളുടെ ഒരു സംഘത്തെ കൂടെ കൂട്ടി സ്വന്തം മദീനയിൽ നിന്ന് പുറപ്പെട്ടു. തനിക്കു പിന്നിൽ സായിബ് ബിൻ ഉസ്മാൻ ബിൻ മഅ്സൂനെ മദീനയുടെ അമീറായി നിശ്ചയിച്ചു. എന്നാൽ ഖുറൈശികളെ കുറിച്ച് അറിയാൻ സാധിച്ചില്ല. അവിടുന്ന് ബുആത്ത് വരെ ചെന്ന് അവിടെ നിന്ന് തിരിച്ചു വന്നു. ബുആത്ത് മദീനയിൽ നിന്ന് ഏകദേശം 48 മൈൽ ദൂരത്തിൽ ഉള്ള ഒരു ജുഹൈന ഗോത്രത്തിന്റെ പർവ്വതത്തിന്റെ പേരാണ്. ഹസ്രത്ത് സായിബ് ബിൻ ഉസ്മാൻ യമാമ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. യമാമ യുദ്ധം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ 12 ഹിജ്രിയിലാണ് നടന്നത്. ഇതിൽ അങ്ങേക്ക് ഒരു അമ്പ് ഏറ്റു. ഇത് കാരണം പിന്നീട് അവിടുന്ന് വഫാത്തായി. അങ്ങയുടെ പ്രായം 30 വയസ്സിൽ അല്പം കൂടുതലായിരുന്നു.
അടുത്ത സഹാബി പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പേര് ഹസ്രത്ത് സംറ ബിൻ അമർ ജുഹ്നി എന്നാണ്. ഹസ്രത്ത് സംറ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവിന്റെ പേര് അമർ ബിൻ അദി എന്നായിരുന്നു. ചിലർ അങ്ങയുടെ പിതാവിന്റെ പേര് ബിഷർ എന്നും വിവരിക്കുന്നുണ്ട്. അവിടുന്ന് ബനു സരീഖ് ഗോത്രത്തിന്റെ സഖ്യകക്ഷിയായിരുന്നു. എന്നാൽ ചിലരുടെ അഭിപ്രായപ്രകാരം ബനു സായിദ ഗോത്രത്തിന്റെ സഖ്യകക്ഷിയായിരുന്നു. അത് ഹസ്രത്ത് സഅദ് ബിൻ ഉബാദയുടെ ഗോത്രം ആയിരുന്നു. സഖ്യകക്ഷി എന്നാൽ ഇവർ പരസ്പരം ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. എപ്പോഴെങ്കിലും പരസ്പരം സഹായത്തിന്റെ ആവശ്യം വരുന്ന പക്ഷം ഇവർ പരസ്പരം സഹായിക്കുന്നതായിരിക്കും. അല്ലാമ ഇബ്നു അസീർ അസദുൽ ഗാബയിൽ എഴുതുന്നു, ഇത് ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമല്ല. കാരണം ബനു സരീഖ് ബനു സായിദയുടെ തന്നെ ഒരു ശാഖയാണ്. ഹദ്രത്ത് സംറ ബദർ ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. അടുത്ത സഹാബിയെ കുറിച്ച് പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പേര് സഅദ് ബിൻ സുഹൈൽ എന്നാണ്. ഹദ്രത്ത് സഅദ് അൻസാറുകളിൽപ്പെട്ട ആളായിരുന്നു. ചിലർ അങ്ങയുടെ പേര് സഈദ് ബിൻ സുഹൈൽ എന്നും വിവരിച്ചിട്ടുണ്ട്. ഹദ്രത്ത് സഅദ് ബദർ ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. അങ്ങേക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു. ഫുസൈല എന്നായിരുന്നു മകളുടെ പേര്. അദ്ദേഹത്തെ കുറിച്ച് ഇത്രമാത്രമാണ് അറിവ് ലഭിക്കുന്നത്. അടുത്ത സഹാബി ഹദ്രത്ത് സഅദ് ബിൻ ഉബൈദ് ആണ്. ബദരി സഹാബിയെ കുറിച്ചുള്ള സ്മരണയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹദ്രത്ത് സഅദ് ബിൻ ഉബൈദ് ബദർ, ഉഹദ്, ഖന്ദക് മുതലായ എല്ലാ യുദ്ധങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കൊപ്പം പങ്കെടുത്തു. അങ്ങയുടെ പേര് സയ്യിദ് എന്നും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഖാരി എന്ന സ്ഥാനപ്പേരിൽ പ്രസിദ്ധനായിരുന്നു. അങ്ങയുടെ സ്ഥാനപ്പേര് അബൂ സൈദ് എന്നായിരുന്നു. ഹദ്രത്ത് സഅദ് ബിൻ ഉബൈദിന്റെ ആ 4 സഹാബാക്കളിൽ എണ്ണപ്പെടുന്നു. ആരാണോ അൻസാറുകളിൽ നിന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ സമാഹരിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ ഉമൈർ ബിൻ സഅദ് ഹസ്രത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ സിറിയയുടെ ഒരു ഭാഗത്തിന്റെ ഭരണാധികാരിയായിരുന്നു. ഒരു റിവായത്ത് അനുസരിച്ച് ഹസ്രത്ത് സഅദ് ബിൻ ഉബൈദ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മസ്ജിദു ഖബായിൽ ഇമാമത്ത് നിർവഹിച്ചിരുന്നു. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും കാലഘട്ടത്തിലും ഈ ഇമാമത്തിൽ അദ്ദേഹം നിയമിതനായിരുന്നു. ഹസ്രത്ത് സഅദ് ബിൻ ഉബൈദ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റത്തിന്റെ 16-ാം വർഷം ഖാദ്സിയ യുദ്ധത്തിൽ ഷഹീദായി. ഷഹാദത്ത് സമയത്ത് അങ്ങയുടെ പ്രായം 64 വയസ്സായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ അബു ലൈലയിൽ നിന്ന് നിവേദനം, ജസർ യുദ്ധം 13 ഹിജ്രിയിലാണ് അത് നടന്നത്. അതിൽ ഹസ്രത്ത് സഅദ് ബിൻ ഉബൈദ് പരാജയപ്പെട്ടു. അതിൽ മുസ്ലിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായി. പിന്നിലേക്ക് തിരിച്ചു വരികയുണ്ടായി. അപ്പോൾ ഹദ്രത്ത് ഉമർ സഅദ് ബിൻ ഉബൈദിനോട് പറയുകയുണ്ടായി, സിറിയ ദേശത്ത് ജിഹാദ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചോദിച്ചു. അവിടെ മുസ്ലിങ്ങളുടെ രക്തം ശക്തമായ നിലയിൽ ഒഴുക്കപ്പെട്ടിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്നു. അഥവാ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോക. എന്നിട്ട് രക്തച്ചൊരിച്ചിൽ കാരണം ഉണ്ടായിരിക്കുന്ന നഷ്ടം അതുകാരണം ശത്രുക്കൾ ധൈര്യശാലികളായിരിക്കുന്നു. അപ്പോൾ ഹസ്രത്ത് ഉമർ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരുപക്ഷെ താങ്കൾക്ക് താങ്കളുടെ മേൽ ഉണ്ടായിരിക്കുന്ന പരാജയത്തിന്റെ പാട് കഴുകിക്കളയാൻ സാധിക്കും. ജസർ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ മുസ്ലിങ്ങൾക്ക് നഷ്ടമുണ്ടായി. ഹസ്രത്ത് ഉമർ പറഞ്ഞു, അഥവാ ഈ ദുഷ്പേരിന്റെ പരാജയത്തിന്റെ പാട് കഴുകിക്കളയണമെന്നുണ്ടെങ്കിൽ അവിടെയും സിറിയ ഭാഗത്തും യുദ്ധം നടക്കുന്നുണ്ട്. ഹസ്രത്ത് സഅദ് പറഞ്ഞു, ഇല്ല, ഞാൻ ആ ഭൂമിയിലേക്കല്ലാതെ മറ്റെവിടേക്കും പോവുകയില്ല. എവിടെ നിന്നാണോ ഞാൻ ഓടിപ്പോന്നത്, തിരിച്ചു വന്നത്, പരാജയപ്പെട്ട് തിരിച്ചു വന്നത്, ആ ശത്രുക്കൾക്കെതിരിൽ തന്നെ ഞാൻ തിരിക്കും. ആരാണോ എന്നോട് ചെയ്യേണ്ടത് എല്ലാം ചെയ്തത്. അതായത് ഉദ്ദേശം ഇതായിരുന്നു. യുദ്ധത്തിൽ അവർ അധീശത്വം നേടി. അങ്ങനെ ഹദ്രത്ത് സഅദ് ബിൻ ഉബൈദ് ഖാദ്സിയയിൽ വന്നു. അവിടെ വെച്ച് യുദ്ധം ചെയ്ത് ഷഹീദായി. അബ്ദുറഹ്മാൻ ബിൻ അബു ലൈല വിവരിക്കുന്നു, ഹദ്രത്ത് സഅദ് ബിൻ ഉബൈദ് ജനങ്ങളോട് പ്രസംഗിച്ചു. പറഞ്ഞു, നാളെ നാം ശത്രുക്കളെ നേരിടുന്നതാണ്. നാളെ നാം ഷഹീദാകുന്നതാണ്. അതിനാൽ നിങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം കഴുകിക്കളയരുത്. ആ വസ്ത്രത്തിലല്ലാതെ ഏതൊന്നാണോ നമ്മുടെ ശരീരത്തിലുള്ളത് മറ്റു കഫനും ചെയ്യരുത്.
ജസർ യുദ്ധത്തിന്റെ കുറച്ച് വിശദീകരണം കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ വിവരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അല്പം കൂടി വിവരിക്കാം. ഇതുപോലെ ഞാൻ പറഞ്ഞു, ജസർ യുദ്ധം 13 ഹിജിരിയിൽ ഫുറാത്ത് നദിക്ക് കരയിൽ വെച്ച് മുസ്ലിങ്ങൾക്കും ഇറാനികൾക്കും ഇടയിലാണ് നടന്നത്. മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് സൈന്യത്തിന്റെ അധിപൻ ഹസ്രത്ത് അബൂ ഉബൈദ് സഖ്ഫി ആയിരുന്നു. ഇറാനികളുടെ ഭാഗത്ത് നിന്ന് ബഹ്മൻ ജാദ്വിയ സൈന്യാധിപൻ ആയിരുന്നു. മുസ്ലിം സൈന്യത്തിന്റെ എണ്ണം 10,000 ആയിരുന്നു. എന്നാൽ ഇറാനികളുടെ സൈന്യത്തിന്റെ എണ്ണം 30,000 സൈനികരും 300 ആനകളും ആയിരുന്നു. ഫുറാത്ത് നദിക്ക് ഇടയിൽ വന്നത് കാരണം, അതായത് ഇടയ്ക്ക് ഫുറാത്ത് നദി ഉണ്ടായിരുന്നു. ഇത് കാരണം ഇരു കൂട്ടർക്കും കുറച്ചുകാലം യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായി വന്നു. ഏതുവരെ എന്നാൽ ഇരു വിഭാഗത്തിന്റെയും പരസ്പര ധാരണ പ്രകാരം ഫുറാത്ത് നദിക്കുമേൽ ഒരു ജിസർ അഥവാ പാലം പണിതാക്കി. ഈ പാലം കാരണമാണ് ഇതിനെ ജസർ യുദ്ധം എന്ന് പറയുന്നത്. പാലം തയ്യാറായി കഴിഞ്ഞപ്പോൾ ബഹ്റൻ ജാദവിയ അബൂ ഉബൈദയുടെ അടുത്തേക്ക് സന്ദേശം അയച്ചു. നിങ്ങൾ നദി കടന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുമോ, അതോ ഞങ്ങൾക്ക് നദി കടന്നു വരാനുള്ള അനുവാദം നൽകുമോ? ഹസ്രത്ത് അബൂ ഉബൈദിന്റെ അഭിപ്രായം ആയിരുന്നു മുസ്ലിങ്ങളുടെ സൈന്യം നദി കടന്ന് എതിരാളികളുമായി യുദ്ധം ചെയ്യുക. എന്നാൽ സൈന്യത്തിന്റെ തലവൻ അതിൽ ഹസ്രത്ത് സലീത്തും ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ അഭിപ്രായത്തിനെതിരായിരുന്നു. എന്നാൽ ഹസ്രത്ത് അബൂ ഉബൈദ് ഫുറാത്ത് നദി കടന്ന് ഫാർസികളുടെ സൈന്യത്തെ ആക്രമിച്ചു. കുറച്ചു സമയം വരെ യുദ്ധം അതുപോലെ തുടർന്നു. കുറച്ചു സമയത്തിനു ശേഷം ബഹ്മൻ ജാദവിയ തന്റെ സൈന്യം ഛിന്നഭിന്നമാകുന്നത് കണ്ടു. ഇറാനികളുടെ സൈന്യം പിന്നോട്ടു പോവുകയാണ് എന്ന് കണ്ടു. അയാൾ ആനകളെ മുന്നോട്ട് കൊണ്ടുവരാൻ കൽപ്പിച്ചു. ആനകൾ മുന്നോട്ട് വന്നത് കാരണം മുസ്ലിങ്ങളുടെ വരി ക്രമരഹിതമായി മുസ്ലിം സൈന്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തുടങ്ങി. ഹസ്രത്ത് അബൂ ഉബൈദ് മുസ്ലിങ്ങളോട് പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ ദാസരെ, ആനകളെ ആക്രമിക്കുക, അവരുടെ തുമ്പിക്കൈ മുറിച്ചിടുക. ഹസ്രത്ത് അബൂ ഉബൈദ് ഇത് പറഞ്ഞ് സ്വയം മുന്നോട്ട് കുതിച്ചു. ഒരു ആനയെ ആക്രമിച്ച് അതിന്റെ തുമ്പിക്കൈ അറുത്തിട്ടു. മറ്റു സൈന്യവും ഇത് കണ്ടുകൊണ്ട് ശക്തമായി യുദ്ധം ചെയ്യാൻ തുടങ്ങി. അനേകം ആനകളുടെ തുമ്പിക്കൈയും കാലും മുറിച്ച് അതിൽ യാത്ര ചെയ്തിരുന്നവരെ വധിച്ചു. അപരിചിതമായി അബൂ ഉബൈദ് ഒരു ആനയുടെ മുന്നിൽപ്പെട്ടു. അദ്ദേഹം അതിനെ ആക്രമിച്ച് തുമ്പിക്കൈ അറുത്തു. എന്നാൽ അദ്ദേഹം ആനയുടെ കാലിൽ അടിയിൽപ്പെട്ടു അമർന്ന് ഷഹീദായി. ഹസ്രത്ത് അബൂ ഉബൈദിന്റെ ഷഹാദത്തിന് ശേഷം 7 ആളുകൾ ഒരാൾക്ക് ശേഷം മറ്റൊരാൾ എന്നതിൽ ഇസ്ലാമിക പതാക ഏന്തി അങ്ങനെ യുദ്ധം ചെയ്ത് ഷഹീദായി. 8ാമത്തെ ആൾ ഹസ്രത്ത് മുസന്ന ആയിരുന്നു. അദ്ദേഹം ഇസ്ലാമിക പതാക ഏന്തി ശക്തമായ ഒരു ആക്രമണത്തിനായി അദ്ദേഹം ഉദ്ദേശിച്ചു. എന്നാൽ ഇസ്ലാമിക സൈന്യത്തിന്റെ വരി ക്രമരഹിതമായി തീർന്നിരുന്നു. ആളുകൾ തുടർച്ചയായി 7 അമീർമാർ ഷഹീദാകുന്നത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയിരുന്നു. ചിലർ നദിയിൽ ചാടി. ഹസ്രത്ത് മുസന്നയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ധൈര്യപൂർവ്വം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഹസ്രത്ത് മുസന്നക്ക് പരിക്കുപറ്റി. അദ്ദേഹം യുദ്ധം ചെയ്ത് ഫുറാത്ത് നദി കടന്ന് തിരിച്ചു വന്നു. ഈ സംഭവത്തിൽ മുസ്ലിങ്ങൾക്ക് വളരെയധികം നഷ്ടമുണ്ടായി. മുസ്ലിങ്ങളുടെ 4000 ആളുകൾ ഷഹീദായി. എന്നാൽ ഇറാനികളുടെ 6000 സൈനികർ വധിക്കപ്പെട്ടു. ഏതായിരുന്നാലും ഈ യുദ്ധം ഇറാനികളുടെ ഭാഗത്ത് നിന്ന് കൂടെ കൂടെ ആക്രമണം നടന്നതുകൊണ്ടാണ് ഉണ്ടായത്. ആ ആക്രമണത്തെ തടയുന്നതിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യാനുള്ള അനുവാദം നൽകിയത്. അടുത്ത സഹാബിയുടെ സ്മരണ ഹസ്രത്ത് സഹൽ ബിൻ അതീഖ് ആണ്. ഇദ്ദേഹത്തിന്റെ പേര് സുഹൈൽ ബിൻ സുഹൈൽ എന്നും വിവരിക്കപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ജമീല ബിൻ അൽഖമ എന്നായിരുന്നു. ഹസ്രത്ത് സഹൽ ബിൻ അതീഖ് 70 അൻസാറുകളോടൊപ്പം 2ാം അഖ്ബ സാനിയയിൽ ബൈഅത്തെ അഖ്ബ സാനിയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന് ബദർ ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അടുത്ത സഹാബിയുടെ പേരാണ് ഹസ്രത്ത് സുഹൈൽ ബിൻ റാഫി. ഹസ്രത്ത് സുഹൈലിന്റെ ബന്ധം ബനു നജ്ജാർ ഗോത്രവുമായിട്ടാണ്. മസ്ജിദ് നബവി നിർമ്മിച്ച ഭൂമി അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹസ്രത്ത് സഹലിന്റെയും ഉടമസ്ഥതയിൽ ഉള്ളതായിരുന്നു. അങ്ങയുടെ മാതാവിന്റെ പേര് സുഹൈബ ബിൻത് സഹൽ എന്നായിരുന്നു. ഹസ്രത്ത് സുഹൈൽ ബദർ, ഉഹദ്, ഖന്ദക് അടക്കം എല്ലാ യുദ്ധങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. ഹസ്രത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അങ്ങയുടെ മരണം സംഭവിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ഹിജ്റത്തിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് എഴുതിയിട്ടുള്ളത് ഇവിടെ സമർപ്പിക്കാം. അവിടുന്ന് എഴുതുന്നു,
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ചപ്പോൾ ഓരോ വ്യക്തിയുടെയും ആഗ്രഹമായിരുന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ വീട്ടിൽ താമസിക്കണം. ഏതെല്ലാം തെരുവിലൂടെയാണോ അങ്ങയുടെ ഒട്ടകം കടന്നുപോയത് ആ തെരുവിലെ വിവിധ കുടുംബങ്ങൾ തങ്ങളുടെ വീട്ടിന് മുന്നിൽ നിന്നുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു. പറയുമായിരുന്നു, യാ റസൂലുള്ളാ, ഇത് ഞങ്ങളുടെ ഭവനമാണ്, ഇത് ഞങ്ങളുടെ ധനം ആണ്, ഇത് ഞങ്ങളുടെ ജീവനാണ്, ഇതെല്ലാം താങ്കളുടെ സേവനത്തിനായി സമർപ്പിക്കുകയാണ്. യാ റസൂലുള്ളാ, ഞങ്ങൾ അതുപോലെ തന്നെ താങ്കളെ സംരക്ഷിക്കാൻ യോഗ്യരായവരാണ്. താങ്കൾ ഞങ്ങളുടെ പക്കൽ തന്നെ താമസിച്ചാലും. ചിലർ ആവേശം നിമിത്തം മുന്നോട്ട് കുതിക്കുകയും അങ്ങയുടെ ഒട്ടകത്തിന്റെ കയർ പിടിച്ച് അങ്ങയെ തങ്ങളുടെ വീട്ടിൽ ഇറക്കുന്നതിനു വേണ്ടി. എന്നാൽ അങ്ങ് എല്ലാവർക്കും ഈ മറുപടിയാണ് നൽകിയത്, എന്റെ ഒട്ടകത്തെ വിടുക, ഇത് ഇന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനെന്താണോ കൽപ്പന ഉണ്ടാകുന്നത്, എവിടെയാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അത് അവിടെ നിൽക്കുന്നതാണ്. അവസാനം മദീനയുടെ ഒരു കോണിൽ ബനൂ നജ്ജാറിന്റെ യതീമുകളുടെ ഭൂമിക്ക് അടുത്ത് ചെന്ന് ഒട്ടകം നിന്നു. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ഉദ്ദേശം ഇതാണ് എന്ന് തോന്നുന്നു, നാം ഇവിടെ താമസിക്കണം. പിന്നീട് അവിടുന്ന് ചോദിച്ചു, ഈ ഭൂമി ആരുടേതാണ്? ആ ഭൂമി കുറച്ച് അനാഥരുടേതായിരുന്നു. അവരുടെ സംരക്ഷകൻ മുന്നോട്ട് വന്നു. അയാൾ പറഞ്ഞു, യാ റസൂലുള്ളാ, ഇത് ഇന്ന ഇന്ന അനാഥരുടെ ഭൂമിയാണ്, താങ്കളുടെ സേവനത്തിനായി സമർപ്പിതമാണ്. അവിടുന്ന് പറഞ്ഞു, നാം ആരുടെയും സമ്പത്ത് സൗജന്യമായി എടുക്കുകയില്ല. അവസാനം അതിന്റെ വില നിശ്ചയിക്കപ്പെട്ടു. അവിടുന്ന് ആ സ്ഥലത്ത് പള്ളിയും തന്റെ വീടുകളും നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇതിന്റെ വിശദീകരണം സീറത്ത് ഖാത്തമുൻ നബിയീനിൽ ഈ വിധത്തിൽ എഴുതുന്നു. മദീനയിൽ താമസിച്ചതിനു ശേഷം ഏറ്റവും ആദ്യത്തെ ജോലി മസ്ജിദ് നബവിയുടെ നിർമ്മാണം ആയിരുന്നു. ഏതൊരു സ്ഥലത്ത് ചെന്നാണോ അങ്ങയുടെ ഒട്ടകം പോയിരുന്നത്, അത് മദീനയിലെ 2 മുസ്ലിം കുട്ടികളുടെ സഹൽ, സുഹൈൽ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. അവർ ഹദ്റത്ത് അസദ് ബിൻ സുറാറയുടെ സംരക്ഷണത്തിലാണ് ഉണ്ടായിരുന്നത്. ഇതൊരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു, അതായത് വരണ്ട താമസമില്ലാത്ത സ്ഥലമായിരുന്നു. അതിന്റെ ഒരു ഭാഗത്ത് ഏതാനും ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു, 1-2 മരങ്ങൾ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് ചില മൺകൂനകളും മറ്റും ആയിരുന്നു. പൊളിഞ്ഞ വീടുകളും ഉപയോഗശൂന്യമായ ഭൂമിയുമായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പള്ളിയും തന്റെ മുറികളുടെ നിർമ്മാണത്തിനും വേണ്ടി ഇഷ്ടപ്പെട്ടു. 10 ദിനാർ വില നൽകി ആ സ്ഥലം വാങ്ങിച്ചു. ആ സ്ഥലത്തെ സമതലമാക്കി മരം മുറിച്ച് മസ്ജിദ് നബവിയുടെ നിർമ്മാണം ആരംഭിച്ചു. ഒരു റിവായത്ത് അനുസരിച്ച് ഈ ഭൂമിയുടെ വില അത് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് നൽകിയത്. പിന്നീട് എഴുതുന്നു, സ്ഥലം സമതല രൂപത്തിലാക്കി മരങ്ങൾ മുറിച്ചു കളഞ്ഞ് മസ്ജിദ് നബിയുടെ നിർമ്മാണം ആരംഭിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ദുആ ചെയ്തുകൊണ്ട് തറക്കല്ലിട്ടു. ഏതുപോലെ ഖബായിലെ മസ്ജിദിൽ നടന്നുവോ, സഹാബാക്കൾ തന്നെ കൽപ്പണിക്കാരുടെയും തൊഴിലാളികളുടെയും ജോലി ചെയ്തു. അതിൽ ചില സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയവും പങ്കെടുക്കുമായിരുന്നു. ചില സമയങ്ങളിൽ ഇഷ്ടിക എടുക്കുമ്പോൾ സഹാബാക്കൾ ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ റവാഹ അൻസാരിയുടെ ഈ കവിത ചൊല്ലുമായിരുന്നു: ഹാദൽ ഹിമാലു ലാ ഹിമാലൽ ഖൈബറ ആദാ ഹബറു റബ്ബന വഅതഹർ. ഈ ഭാരം ഖൈബറിലെ കച്ചവട ധനത്തിന്റെ ഭാരമല്ല, ഏതൊന്നാണോ മൃഗങ്ങളിൽ കെട്ടിക്കൊണ്ടുവരുന്നത്, മറിച്ച് ഞങ്ങളുടെ നാഥ, ഈ ഭാരം തഖ്വയുടെയും പരിശുദ്ധിയുടെയും ഭാരമാണ്. അത് ഞങ്ങൾ നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. ചില സമയത്ത് സഹാബാക്കൾ ജോലി ചെയ്തുകൊണ്ട് ഈ അബ്ദുല്ലാ ബിൻ റവാഹയുടെ ഈ കവിത ചൊല്ലുമായിരുന്നു: അല്ലാഹുമ്മ ഇന്നൽ അജ്റ അജ്റൽ ആഖിറ ഫർഹമുൽ അൻസാർ വൽ മുഹാജിറ. ഞങ്ങളുടെ അല്ലാഹുവെ, യഥാർത്ഥ പ്രതിഫലം കേവലം ആഖിറത്തിലെ പ്രതിഫലം മാത്രമാണ്. നീ നിന്റെ അനുഗ്രഹം കൊണ്ട് അൻസാറുകളുടെയും മുഹാജിറുകളുടെയും മേൽ തന്റെ കാരുണ്യം ചൊരിയണമേ. സഹാബാക്കൾ ഈ കവിത ചൊല്ലുമ്പോൾ ചില സമയത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം ഏറ്റു ചൊല്ലുമായിരുന്നു. ഇങ്ങനെ ഒരു നീണ്ട കാലത്തെ അധ്വാനത്തിനു ശേഷം ഈ മസ്ജിദ് പൂർത്തിയായി. പള്ളിയുടെ കെട്ടിടം കല്ലുകളും ഇഷ്ടികകളും കൊണ്ടുള്ളതായിരുന്നു. അത് മരത്തിന്റെ തൂണുകൾക്കിടയിൽ ഉണ്ടാക്കിയതായിരുന്നു. ആ കാലഘട്ടത്തിലെ രീതിയായിരുന്നു ഇപ്രകാരം ഫലമുള്ള കെട്ടിടത്തിനു വേണ്ടി
മരത്തിന്റെ തൂണുകൾ ഉറപ്പിച്ചു നിർത്തി അതിൽ തൂണുകളാക്കി അല്ലെങ്കിൽ പില്ലറുകളാക്കി അതിൽ മണ്ണും ഇഷ്ടികയും നിറക്കുമായിരുന്നു ബലം ഉണ്ടാകുന്നതിന് വേണ്ടി. ഈ വിധത്തിലാണ് അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയിരുന്നത്. മേൽക്കൂര ഈന്തപ്പന ഓല കൊണ്ടും അതിന്റെ തണ്ടുകളുമാണ് വെച്ചിരുന്നത്. പള്ളിയുടെ ഉള്ളിൽ മേൽക്കൂരയ്ക്ക് താങ്ങായി ഈന്തപ്പന വെക്കുമായിരുന്നു. ഇതുവരെ മിമ്പർ നിർദ്ദേശിച്ചിരുന്നില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിന്നുകൊണ്ടാണ് ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഈ ഈന്തപ്പനകളിൽ ഒരു തൂണിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി നിന്നുകൊണ്ട് ഖുത്ബ നിർവഹിക്കുമായിരുന്നു. പള്ളിയുടെ താഴ്ഭാഗം മണ്ണായിരുന്നു. കൂടുതൽ മഴ പെയ്യുമ്പോൾ മുകളിൽ നിന്ന് വെള്ളം ഇറ്റി വീഴുകയും അതുകൊണ്ട് നിലത്ത് ചളി ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഈ പ്രയാസത്തെ കണ്ടുകൊണ്ട് പിന്നീട് ചെറിയ കല്ലുകൾ പതിച്ച് നിലം തയ്യാറാക്കി. ചെറിയ ചെറിയ കല്ലുകൾ പാകി പതിച്ചു. തുടക്കത്തിൽ പള്ളിയുടെ മുഖം ബൈത്തുൽ മഖ്ദസിലേക്കായിരുന്നു. എന്നാൽ കിബില മാറ്റാനുള്ള കൽപ്പന ഉണ്ടായപ്പോൾ പള്ളിയുടെ മുഖവും മാറ്റുകയുണ്ടായി. പള്ളിയുടെ ഉയരം 10 അടി ആയിരുന്നു. അതായത് ഹൈറ്റ് ഉയരം 10 അടിയായിരുന്നു, നീളം 105 അടിയായിരുന്നു, വീതി 90 അടിയായിരുന്നു. എന്നാൽ പിന്നീട് ഇത് വിശാലമാക്കി. 105-90 അടിയുടെ വിസ്തീർണം ഏകദേശം 1500-1600 നമസ്കാരക്കാർക്ക് നമസ്കരിക്കാനുള്ള സ്ഥലമാണ്. പള്ളിയുടെ ഒരു കോണിൽ ഒരു മേൽക്കൂര ഉള്ള വരാന്ത തയ്യാറാക്കിയിരുന്നു. അതിനെ സുഫ എന്നാണ് വിളിച്ചിരുന്നത്. അത് ആ ദരിദ്രരായ മുഹാജിരീങ്ങൾക്കുള്ളതായിരുന്നു. ആർക്കാണോ വീടും മറ്റും ഇല്ലാതിരുന്നത് ഇവർ ഇവിടെയാണ് താമസിച്ചിരുന്നത്. അസ്ഹാബു സുഫ എന്നാണ് ഇവരെ വിളിച്ചിരുന്നത്. ഇവരുടെ ജോലി രാവും പകലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്തിൽ ജീവിക്കുകയും ആരാധനകൾ നിർവഹിക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നതായിരുന്നു. ഈ ആളുകൾക്ക് സ്ഥിരമായ ഒരു വരുമാന മാർഗവും ഉണ്ടായിരുന്നില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. എപ്പോഴെങ്കിലും അങ്ങയുടെ പക്കൽ ഏതെങ്കിലും വിധത്തിലുള്ള ഉപഹാരമോ മറ്റോ വന്നാൽ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായാൽ അവർക്കുള്ള ഭാഗം തീർച്ചയായും നൽകുമായിരുന്നു. ഭക്ഷണം മറ്റും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും നൽകുമായിരുന്നു ഇവർക്ക്. എന്നല്ല, ചില സമയത്ത് സ്വയം പട്ടിണി കിടന്നുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് വീട്ടിലുണ്ടായിരുന്നത് എന്താണോ അത് നൽകുമായിരുന്നു. അസ്ഹാബു സുഫക്ക് കൊടുത്തയക്കുമായിരുന്നു. അൻസാറുകളും ഇവരുടെ അതിഥി സൽക്കാരത്തിൽ കഴിവിന്റെ പരമാവധി മുഴുകുമായിരുന്നു. അവർക്കായി ഈന്തപ്പഴത്തിന്റെ കുലകൾ കൊണ്ടുവന്ന് പള്ളിയിൽ കെട്ടിത്തൂക്കുമായിരുന്നു. എന്നിരുന്നാലും ഇവരുടെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു. ചില സമയത്ത് പട്ടിണി വരെ കാര്യങ്ങൾ എത്തുമായിരുന്നു. ഈ അവസ്ഥകൾ ഒരുപാട് വർഷം വരെ നീണ്ടുനിന്നു. ഏതുവരെ എന്നാൽ മദീനയിലെ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ഇവർക്ക് ജോലിയുണ്ടായി. കൂലി വേലയും മറ്റും ലഭിക്കാൻ തുടങ്ങി. കുറച്ച് ബൈത്തുൽ മാലിൽ നിന്ന് സഹായം ലഭിക്കാൻ തുടങ്ങി. അവസ്ഥ മെച്ചപ്പെട്ടപ്പോൾ സഹായം ഉണ്ടാകാൻ തുടങ്ങി. പള്ളിക്കൊപ്പം ചേർന്നുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താമസിക്കാൻ വീടുകൾ തയ്യാറാക്കി. വീടെന്തായിരുന്നു? ഒരു 10-12 അടിയുള്ള ചെറിയ മുറികളായിരുന്നു. ആ മുറിക്കും പള്ളിക്കും ഇടയിൽ ഒരു വാതിൽ വെച്ചിരുന്നു. അതിലൂടെ കടന്നു വന്ന് അവിടുന്ന് പള്ളിയിൽ വരുമായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ വിവാഹം കഴിച്ചപ്പോൾ ഈ മുറിയോട് ചേർന്ന് മറ്റു മുറികളും തയ്യാറായി കൊണ്ടിരുന്നു. പള്ളിക്ക് അടുത്ത് മറ്റു ചില സഹാബാക്കളുടെ വീടുകളും തയ്യാറായി. ഇതായിരുന്നു മസ്ജിദ് നബവി മദീനയിൽ തയ്യാറാക്കിയത്. ആ കാലഘട്ടത്തിൽ അതുപോലുള്ള മറ്റൊരു പബ്ലിക് കെട്ടിടവും ഉണ്ടായിരുന്നില്ല സാമൂഹികമായ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന്റെ ഇത് തന്നെയായിരുന്നു ഓഫീസ്, ഇത് തന്നെയായിരുന്നു സെക്രട്ടേറിയറ്റ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സ് സംഘടിപ്പിച്ചിരുന്നത്. ഇവിടെയാണ് എല്ലാ അഭിപ്രായ ആരായലും നടന്നിരുന്നത്. ഇവിടെയാണ് കേസുകൾക്ക് വിധി പറഞ്ഞിരുന്നത്. ഇവിടെ നിന്നാണ് കൽപ്പനകൾ പുറപ്പെടുവിച്ചിരുന്നത്. ഇത് തന്നെയായിരുന്നു സാമൂഹികമായ അതിഥി മന്ദിരം അഥവാ അതിഥികൾക്കുള്ള മന്ദിരവും ഇത് തന്നെയായിരുന്നു. സാമൂഹികമായ എല്ലാ ജോലികളും ഈ പള്ളിയിൽ വെച്ചാണ് നടത്തിയിരുന്നത്. ആവശ്യമുള്ളപ്പോൾ ഇവിടെ തന്നെയായിരുന്നു യുദ്ധത്തടവുകാരെ തടവിൽ വെക്കുകയും ചെയ്തിരുന്നത്. പള്ളിയിൽ ഒരുപാട് തടവുകാർ അത്തരത്തിലും ഉണ്ടായിരുന്നു. അവർ മുസ്ലിങ്ങളെ കാണുമ്പോൾ, ഇബാദത്ത് ചെയ്യുന്നതായി കാണുമ്പോൾ, പരസ്പരമുള്ള സ്നേഹം കാണുമ്പോൾ അവരിൽ നിന്ന് പലരും മുസ്ലിങ്ങളാവുകയും ചെയ്തു. ഏതായിരുന്നാലും
ഇതിനെക്കുറിച്ച് സർ വില്യം മ്യൂർ എഴുതുന്നു. അദ്ദേഹം ഒരു ഓറിയന്റലിസ്റ്റ് ആണ്. ഇസ്ലാമിനെതിരിൽ വളരെയധികം എതിരിലും എഴുതാറുണ്ട്. ഏതായിരുന്നാലും ഇവിടെ ഇതിനെക്കുറിച്ച് എഴുതുകയാണ്. അഥവാ ഈ പള്ളി നിർമ്മാണ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ അങ്ങേയറ്റം സാധാരണവും നിസ്സാരവുമായിരുന്നു. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പള്ളി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു പ്രത്യേകമായ പ്രൗഢിയുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലും അദ്ദേഹത്തിന്റെ സഹാബാക്കളും ഈ പള്ളിയിലാണ് തങ്ങളുടെ സമയത്തിന്റെ ഭൂരിഭാഗവും കഴിച്ചുകൂട്ടിയത്. ഇവിടെയാണ് ഇസ്ലാമിക നമസ്കാരത്തിന്റെ ജമാഅത്തായ രീതിയിൽ ആരംഭം കുറിച്ചത്. ഇവിടെയാണ് മുഴുവൻ മുസ്ലിങ്ങളും വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ പുതിയ വഹി കേൾക്കുന്നതിന് വിനയത്തോടും എളിമയോടും കൂടി ഒരുമിച്ച് കൂടിയിരുന്നത്. ഇവിടെ വെച്ചാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിജയത്തിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത്. ഇതായിരുന്നു ആ പാർലമെന്റ്. ഇവിടെയാണ് പരാജിത സമൂഹവും പശ്ചാത്തപിച്ചു പണിയ സമൂഹവും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഹാജരായിരുന്നത്. ഇതായിരുന്നു ആ ദർബാർ. ഇവിടെ നിന്നാണ് ആ രാജകീയ കൽപ്പനകൾ പുറപ്പെടുവിച്ചിരുന്നത്. അത് അറേബ്യയിലെ വിദൂര പ്രദേശങ്ങളിലുള്ള കലാപകാരികളെ പോലും ഭയം കൊണ്ട് വിറപ്പിച്ചിരുന്നു. അവസാനം ഈ പള്ളിക്ക് സമീപം തന്റെ ഭാര്യ ആയിഷയുടെ മുറിയിൽ വെച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവൻ നൽകി. ഇവിടെ തന്നെ അദ്ദേഹം തന്റെ 2 ഖലീഫമാരുടെ വശങ്ങളിലായി ഇടയിൽ മറവടക്കപ്പെടുകയും ചെയ്തു. ഈ മസ്ജിദും അതിന് ചേർന്നുള്ള മുറിയും ഏകദേശം 7 മാസം കൊണ്ടാണ് തയ്യാറാക്കപ്പെട്ടത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പുതിയ വീട്ടിലേക്ക് തന്റെ ഭാര്യ സൗദയോടൊപ്പം വന്നു. മുഹാജിർ അൻസാറുകളിൽ നിന്ന് ഭൂമി വാങ്ങി പള്ളിക്ക് സമീപം വീടുകൾ നിർമ്മിച്ചു താമസമാക്കി. ആർക്കാണോ പള്ളിക്ക് സമീപം ഭൂമി ലഭിക്കാതിരുന്നത് അവർ ദൂരപ്രദേശങ്ങളിൽ വീടുകൾ നിർമ്മിച്ചു. ചിലർക്ക് അൻസാറുകളുടെ ഭാഗത്ത് നിന്ന് നിർമ്മിച്ച് വീടുകൾ അതേപടി ലഭിച്ചു. ഏതായിരുന്നാലും ഹദ്റത്ത് സുഹൈലും അദ്ദേഹത്തിന്റെ സഹോദരൻ ആ ഭാഗ്യവാന്മാരാണ് ആർക്കാണോ ഇസ്ലാമിന്റെ ഈ മഹത്തായ കേന്ദ്രത്തിനു വേണ്ടി ഭൂമി നൽകാൻ തൗഫീക്ക് ലഭിച്ചത്. ഇനി ഏതൊരു സഹാബിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ഹദ്റത്ത് സഅദ് ബിൻ ഖൈസുമ. ഹദ്റത്ത് സഅദ് ബിൻ ഖൈസുമയുടെ ബന്ധം ഔസ് ഗോത്രവുമായിട്ടാണ്. മാതാവിന്റെ പേര് ഹിന്ദ് ബിൻ ഔസ് എന്നായിരുന്നു. ഹദ്റത്ത് അബൂ സയ്യ നുമാൻ ബിൻ സാബിത്, അദ്ദേഹം ഒരു ബദരി സഹാബിയാണ്. മാതാവിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബൂ ഖൈസമ എന്നും അബൂ അബ്ദുള്ള എന്നും വിവരിക്കപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് സഅദ് ബിൻ ഖൈസമ, ഹസ്രത്ത് അബൂ സലമ ബിൻ അബ്ദുൽ അസദ് എന്നിവർക്കിടയിൽ സഹോദര ബന്ധം സ്ഥാപിച്ചു. ഹസ്രത്ത് സഅദ് ആ 12 നേതാക്കന്മാരിൽപ്പെട്ട ആളാണ്. ആരെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2ാം ബൈഅത്ത് അഖബയിൽ മദീനയിലെ മുസ്ലിങ്ങളുടെ നേതാക്കന്മാരായി നിശ്ചയിച്ചത്. 12 നേതാക്കന്മാർ എങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ടത്, അതിന്റെ വിശദവിവരവും ആ നേതാക്കന്മാരുടെ പേരും അവരുടെ പ്രവർത്തനവും കുറിച്ച് പറയാം. അത് സീറത്ത് ഖാത്തമുൻ നബിയിനിൽ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതിയിട്ടുണ്ട്. എഴുതുന്നു, 13 ഹിജ്രി ദുൽഹജ്ജ മാസത്തിൽ ഹജ്ജിന്റെ അവസരത്തിൽ ഔസ് ഖസ്റജിലെ 100 കണക്കിന് ആളുകൾ മക്കയിൽ വരികയുണ്ടായി. അതിൽ 70 ആളുകൾ അത്തരക്കാരായിരുന്നു. അവർ മുസ്ലിങ്ങളായവരായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിങ്ങളാകാൻ ആഗ്രഹിച്ചവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടി മക്കയിൽ വന്നതായിരുന്നു. മുസ്അബ് ബിൻ ഉമൈറും അവരോടൊപ്പം ഉണ്ടായിരുന്നു. മുസ്അബിന്റെ മാതാവ് ജീവനോടെ ഉണ്ടായിരുന്നു. ഒരു ബഹുദൈവ വിശ്വാസിനി ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. മുസ്അബ് എന്ന വാർത്ത അവർക്ക് ലഭിച്ചപ്പോൾ സന്ദേശം അയച്ചു, ആദ്യം എന്നെ വന്ന് കാണുക, അതിനുശേഷം മറ്റെവിടെയെങ്കിലും പോയിക്കൊള്ളുക. മുസ്അബ് മറുപടി നൽകുകയുണ്ടായി, ഞാൻ ഇതുവരെക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതിനു ശേഷം നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും ആവശ്യമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്നിട്ട് തന്റെ മാതാവിന്റെ അടുത്ത് പോയി. അവർ വളരെ ദേഷ്യത്തോടുകൂടി കോപിച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് പരിഭവവും പരാതിയും പറഞ്ഞു. മുസ്അബ് പറഞ്ഞു, ഉമ്മ, ഞാൻ താങ്കളോട് വളരെ നല്ലൊരു കാര്യം പറയാം. അത് താങ്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനകരമാണ്. എല്ലാവിധ കലഹത്തിനും അത് വിധി നൽകുന്നതുമായിരിക്കും. ചോദിച്ചു, എന്താണ്? മുസ്അബ് വളരെ മെല്ലെ മറുപടി നൽകൂ, ഇത് തന്നെയാണ്, ഈ ബിംബാരാധന ഉപേക്ഷിച്ച് മുസ്ലിമായി തീരുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക. അവർ ഉറച്ച ഒരു മുശ്രിക്കായിരുന്നു. കേട്ട ഉടനെ തന്നെ ഒച്ചപ്പാടുണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു,
നക്ഷത്രങ്ങളാണ് സത്യം, ഞാൻ നിന്റെ ദീനിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല. എന്നിട്ട് തന്റെ ബന്ധുക്കൾക്ക് ആംഗ്യം കാണിച്ചു മുസബിനെ പിടിച്ച് തടവിലാക്കുക. എന്നാൽ അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോയി. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസഅബിൽ നിന്ന് അൻസാർ വന്നതിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ചു. അവരിൽ ചിലർ വ്യക്തിപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും ചെയ്തു. എന്നാൽ ഈ അവസരത്തിൽ ഒറ്റക്കുള്ള ഒരു മുലാഖാത്തും അനിവാര്യമായിരുന്നു. ഒരുമിച്ച് ഒറ്റക്കുള്ള മുലാഖാത്ത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഹജ്ജിന്റെ ആചാരങ്ങൾ അനുഷ്ഠിച്ചതിനു ശേഷം ദുൽഹജ്ജ് മാസത്തിന്റെ മധ്യത്തിലുള്ള തീയതി നിശ്ചയിച്ചു. എല്ലാവരും തന്നെ ഒരുമിച്ച് അർദ്ധരാത്രിക്ക് അടുത്ത് ആ താഴ്വരയിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും സമാധാനത്തോടുകൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ താക്കീത് ചെയ്തു. ഒരുമിച്ച് വരരുത്, ഓരോരുത്തരായി വരിക, ശത്രുക്കളുടെ ദൃഷ്ടിയിൽ പതിയാതിരിക്കുന്നതിനായി. അങ്ങനെ കൃത്യസമയത്ത് ആ താഴ്വരയിൽ എത്തിച്ചേരുക. ആരെങ്കിലും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയവരെ ഉണർത്തരുത്. വരാത്തവരെ കാത്തിരിക്കുകയും ചെയ്യരുത്. അങ്ങനെ നിശ്ചിത തീയതി വന്നപ്പോൾ അർദ്ധരാത്രി ആയപ്പോൾ, രാത്രിയുടെ 2 യാമം കഴിഞ്ഞു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഒറ്റക്ക് പുറത്തു വന്നു. വഴിയിൽ വെച്ച് തന്റെ പിതൃവ്യൻ അബ്ബാസിനെയും കൂടെ കൂട്ടി. അദ്ദേഹം ഇതുവരെ ഇസ്ലാം വിശ്വസിച്ചിരുന്നില്ല, മുശ്രിക്കായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു. ഹാഷിം കുടുംബത്തിന്റെ തലവനായിരുന്നു. രണ്ടുപേരും ആ താഴ്വരയിലെത്തി. അധിക സമയം കഴിയുന്നതിന് മുമ്പ് അൻസാറുകൾ 1-2 പേരായി വരാൻ തുടങ്ങി. അവർ 70 ആളുകൾ ഉണ്ടായിരുന്നു. ഔസ് ഖദ്റജ് ഗോത്രത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഏറ്റവും ആദ്യം ഹസ്രത്ത് അബ്ബാസ് സംസാരം ആരംഭിച്ചു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം അതുവരെ സംസാരിച്ചില്ല. അല്ലയോ ഖദ്റജിലെ ആളുകളെ, ഹസ്രത്ത് അബ്ബാസ് ഇതുവരേക്കും ഇസ്ലാം വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഓ ഖദ്റജിലെ ജനങ്ങളെ, അദ്ദേഹം തന്റെ കുടുംബത്തിൽ വളരെ ബഹുമാന്യനും സ്നേഹിക്കപ്പെടുന്നവരുമാണ്. അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് അദ്ദേഹത്തിന്റെ കുടുംബം ഇതുവരെ ജാമ്യമായിരുന്നു. എല്ലാ അപകടത്തിലും അദ്ദേഹത്തെ നെഞ്ചുവിരിച്ചു പ്രതിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മുഹമ്മദിന്റെ ഉദ്ദേശം തന്റെ സ്വദേശം വെടിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരാനാണ്. അഥവാ നിങ്ങൾ ഇദ്ദേഹത്തെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടതായി വരും. എല്ലാ ശത്രുക്കളെയും നെഞ്ചുവിരിച്ച് നേരിടേണ്ടതായി വരും. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ വളരെ നല്ല കാര്യം. അതല്ല എങ്കിൽ നിങ്ങൾ വ്യക്തമായി കാര്യം പറയുക. കാരണം വ്യക്തമായി കാര്യം പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ബറാ ബിൻ മുഅറൂർ അൻസാറുകളുടെ ഗോത്രത്തിലെ ഒരു പ്രായമുള്ള ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അബ്ബാസ്, ഞങ്ങൾ തങ്ങളുടെ വാക്കുകൾ കേട്ടു. എന്നാൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊരു ഉത്തരവാദിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ഏതാനും ചില ആയത്തുകൾ ഓതി. എന്നിട്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ ചുരുങ്ങിയ നിലയിൽ പറഞ്ഞു. അള്ളാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളുടെ കടമകളും വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി ഇത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളോടും നിങ്ങളെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കുന്നുവോ അതുപോലെ നിങ്ങൾ എന്നോട് പെരുമാറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രസംഗം അവസാനിച്ചപ്പോൾ ബറാ ബിൻ മഅറൂർ അറബികളുടെ രീതി അനുസരിച്ച് അദ്ദേഹത്തിന്റെ കൈ തന്റെ കൈയിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞങ്ങൾ അള്ളാഹുവിന് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ആരാണോ താങ്കളെ സത്യത്തോടുകൂടി നിയോഗിച്ചയച്ചത്, ഞങ്ങൾ ഞങ്ങളുടെ ജീവനെ പോലെ താങ്കളെ സംരക്ഷിക്കുന്നതായിരിക്കും. ഞങ്ങൾ വാളിന്റെ തണലിൽ വളർന്നവരാണ്. ഇപ്പോൾ സംസാരം അവസാനിപ്പിച്ചിരുന്നില്ല. അബുൽ ഹൈസമി ബിൻ തൈഹാൻ, അദ്ദേഹം മറ്റൊരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളെ മുറിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അദ്ദേഹവും മുസ്ലിമായി കഴിഞ്ഞിരുന്നു. യസ്രിബിലെ യഹൂദികളുമായി ഞങ്ങൾക്ക് വളരെ പുരാതനമായ ബന്ധമുണ്ട്. താങ്കളുടെ കൂടെ ചേരുന്നതോടെ ആ ബന്ധം വിച്ഛേദിക്കപ്പെടും. അള്ളാഹു താങ്കൾക്ക് വിജയം നൽകുമ്പോൾ താങ്കൾ ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം നാട്ടിൽ വരികയും ഞങ്ങൾ അവിടെയും ഇവിടെയും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ഉണ്ടാവുകയില്ല. നിങ്ങളുടെ രക്തം എന്റെ രക്തമായിരിക്കും, നിങ്ങളുടെ സുഹൃത്ത് എന്റെ സുഹൃത്തായിരിക്കും, നിങ്ങളുടെ ശത്രു എന്റെ ശത്രുവായിരിക്കും. അപ്പോൾ അബ്ബാസ് ബിൻ ഉബാദ അൻസാരി തന്റെ സുഹൃത്തുക്കൾ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുന്നുവോ ഈ പ്രതിജ്ഞയുടെ വാഗ്ദാനത്തിന്റെ അർത്ഥം എന്താണ്? ഇനി നിങ്ങൾക്ക് എല്ലാ കറുത്തവനും വെളുത്തവനും എതിരിൽ
അവരെ നേരിടാനായി തയ്യാറായി നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുന്ന ഓരോരുത്തരെയും നേരിടാൻ നിങ്ങൾ തയ്യാറാകണം. എല്ലാ ത്യാഗത്തിനും നിങ്ങൾ തയ്യാറാകണം. ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്കറിയാം. എന്നാൽ അവർ പറഞ്ഞു, എന്നാൽ റസൂലുള്ളാഹ് ഞങ്ങൾക്ക് ഇതിനു പകരം എന്താണ് ലഭിക്കുക? അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇതിനു പകരം എന്താണ് ലഭിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനു പകരം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കുന്നതാണ്. അത് അവന്റെ എല്ലാ പ്രതിഫലത്തെക്കാളും വലിയ പ്രതിഫലമാണ്. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കച്ചവടം തൃപ്തികരമാണ്, താങ്കൾ തങ്ങളുടെ കൈ മുന്നോട്ട് വെച്ചാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അനുഗ്രഹീതകരം മുന്നോട്ട് വെച്ചു. ഈ 70 ജീവത്യാഗികളുടെ സംഘം ഒരു പ്രതിരോധ കരാറിൽ അങ്ങയുടെ കൈകളിൽ ബൈഅത്ത് ചെയ്തു. ഇതിന്റെ പേര് ബൈഅത്തെ അഖ്ബ സാനിയ എന്നാണ്. ബൈഅത്ത് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസ അലൈഹിസ്സലാം തന്റെ സമൂഹത്തിൽ നിന്ന് 12 തലവന്മാരെ തിരഞ്ഞെടുത്തിരുന്നു. അദ്ദേഹം മൂസയുടെ ഭാഗത്ത് നിന്ന് സംരക്ഷകനും തലവന്മാരുമായിരുന്നു. ഞാനും നിങ്ങളിൽ നിന്ന് 12 ആളെ തിരഞ്ഞെടുക്കുന്നു. അവർ എന്റെ ഭാഗത്ത് നിന്ന് മേൽനോട്ടക്കാരും സംരക്ഷകരുമായിരിക്കും. അവർ എന്റെ ഭാഗത്ത് നിന്ന് ഈസായുടെ ഹവാരികളെ പോലെ ആയിരിക്കും. എന്റെ മുന്നിൽ തന്റെ സമൂഹത്തെക്കുറിച്ച് അവർ മറുപടി പറയേണ്ടതായിരിക്കും. നിങ്ങൾ ഉചിതരായ ആളുകളുടെ പേരുകൾ നിർദ്ദേശിച്ച് എന്നോടും എന്റെ മുന്നിൽ പറയുക. അങ്ങനെ 12 പേര് നിർദ്ദേശിക്കപ്പെട്ടു. അതിന് അവിടുന്ന് അംഗീകാരം നൽകി. അതിൽ ഓരോരുത്തരുടെ ഓരോ ഗോത്രത്തിന്റെ മേൽനോട്ടക്കാരാക്കുകയുണ്ടായി. അവരുടെ കടമകളെ കുറിച്ച് പറഞ്ഞു. ചില ഗോത്രങ്ങൾക്ക് 2 നേതാക്കന്മാരെ നിശ്ചയിക്കുകയുണ്ടായി. ഏതായിരുന്നാലും ഈ 12 നേതാക്കന്മാരുടെ പേരുകൾ ഇപ്രകാരമാണ്: അസദ് ബിൻ സുറാറ, ഉസൈദ് ബിൻ ഹുസൈർ, അബുൽ ഹൈസം മാലിക് ബിൻ തെഹാൻ, സഅദ് ബിൻ ഉബാദ, ബറാ ബിൻ മറൂർ, അബ്ദുല്ല ബിൻ റവാഹ, ഉബാദ ബിൻ സാമിദ്, സഅദ് ബിൻ റബി, റാഫി ബിൻ മാലിക്, അബ്ദുല്ല ബിൻ അംർ ഓർ സഅദ് ബിൻ ഖൈസുമ. അദ്ദേഹത്തെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹവും ആ 12 നേതാക്കന്മാരിൽ ഒരു നേതാവായിരുന്നു. സഅദ് ബിൻ ഖൈസുമ, മുൻസിർ ബിൻ അംർ. മദീനയിലേക്കുള്ള ഹിജ്റത്തിന് സമയത്ത് കബായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് കുൽസും ബിൻ ഹദമിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്രകാരവും പറയപ്പെടുന്നു: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് സഅദ് ബിൻ ഖൈസുമയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇപ്രകാരവും പറയുന്നു, താമസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് കുൽസും ബിൻ ഹദമിന്റെ വീട്ടിൽ തന്നെയായിരുന്നു. എന്നാൽ അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തു വന്ന ആളുകളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ഹദ്റത്ത് സഅദ് ബിൻ ഖൈസുമയുടെ വീട്ടിൽ ആണ് ഇരിക്കാറുണ്ടായിരുന്നത്. ബൈത്തെ അഖ്ബ ഊലക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മുസ്അബ് ബിൻ ഉമൈറിനെ മദീനയിലെ മുസ്ലിങ്ങളുടെ തർബിയത്തിന് വേണ്ടി അയച്ചപ്പോൾ കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം അങ്ങയിൽ നിന്ന് ജുമാ നമസ്കാരത്തിനുള്ള അനുവാദം ചോദിച്ചു. അപ്പോൾ അവിടുന്ന് അതിനുള്ള അനുവാദം നൽകുകയുണ്ടായി. ജുമായെക്കുറിച്ചുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെ ഈ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മദീനയിലെ ആദ്യത്തെ ജുമ അത് ഹദ്റത്ത് സഅദ് ബിൻ ഖൈസുമയുടെ വീട്ടിൽ വെച്ചാണ് നടത്തപ്പെട്ടത്. ഇത് തബുക്കാത്തെ കുബ്രയിലെ റഫറൻസ് ആണ്. ഹദ്റത്ത് സഅദ് ബിൻ ഖൈസുമ ഖുബായിൽ അദ്ദേഹത്തിന് ഒരു കിണറുണ്ടായിരുന്നതിനാൽ ഗറസ് എന്നാണ് വിളിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വെള്ളം കുടിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കിണറിനെ കുറിച്ച് പറഞ്ഞു, ഇത് സ്വർഗത്തിലെ അരുവികളിലെ ഒരു അരുവിയാണ്. ഇതിന്റെ വെള്ളം വളരെ ഉന്നതമാണ്, വളരെ നല്ല മധുരമുള്ള തണുത്ത വെള്ളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് ശേഷം അങ്ങേ ഈ കിണറിലെ വെള്ളം കൊണ്ടാണ് കുളിപ്പിച്ചത്. ഹദ്റത്ത് അലി റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മരണം സംഭവിച്ചാൽ ഗറസ് കിണറിൽ നിന്ന് 7 കുംഭങ്ങളിൽ വെള്ളം കൊണ്ടുവന്ന് എന്നെ കുളിപ്പിക്കണം. അബൂ ജാഫർ മുഹമ്മദ് ബിൻ അലി റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം കുളിപ്പിച്ചു. വെള്ളം കൊണ്ടും ആര്യവേപ്പിന്റെ ഇല കൊണ്ടും വസ്ത്രത്തിൽ തന്നെയാണ് കുളിപ്പിച്ചത്. അതായത് വസ്ത്രം ഊരിയിരുന്നില്ല. ഹദ്റത്ത് അലി, ഹദ്റത്ത് അബ്ബാസ്, ഹദ്റത്ത് ഫദൽ എന്നിവരാണ് കുളിപ്പിച്ചത്. മറ്റൊരു റിവായത്ത് അനുസരിച്ച് ഹദ്റത്ത് ഉസമ ബിൻ സൈദ്, ഹദ്റത്ത് ശുക്രാൻ, ഹദ്റത്ത് ഔസ് ബിൻ ഖവലി എന്നിവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കുന്നതിൽ പങ്കാളികളായിരുന്നു. ഖുറൈശികളുടെ അക്രമം സഹിക്കവയ്യാതെ
മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്യുന്ന ഒരുപാട് മുസ്ലിങ്ങളുടെ ആദ്യത്തെ കേന്ദ്രം പൊതുവിൽ അതിർത്ത് സയ്യിദ് ബിൻ ഖൈസുമായുടെ ഭവനം ആയിരുന്നു. ആരാണോ ഹിജ്റത്ത് ചെയ്തു വന്നിരുന്നത് അവര് സയ്യിദ് ബിൻ ഖൈസുമായുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഉദാഹരണമായി അതിർത്ത് ഹംസ, അവരിൽ ചില ആളുകളുടെ പേര് പ്രകാരമാണ്: അതിർത്ത് ഹംസ, അതിർത്ത് സയ്യിദ് ബിൻ ഹാരിസ്, അതിർത്ത് അബു കബ്ഷ, മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമയായിരുന്നു അതിർത്ത് അബ്ദുല്ലാ ബിൻ മസൂദ് മുതലായവർ. ഇവർ ഹിജ്റത്ത് ചെയ്തപ്പോൾ ഇവർ അതിർത്ത് സയ്യിദ് ബിൻ ഖൈസുമായുടെ വീട്ടിലാണ് താമസിച്ചത്. സുലൈമാൻ ബിൻ അബ്ബാൻ റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് പുറപ്പെട്ടപ്പോൾ സയ്യിദ് ബിൻ ഖൈസുമയും അദ്ദേഹത്തിന്റെ പിതാവ് രണ്ടുപേരും അങ്ങയോടൊപ്പം പുറപ്പെടാൻ ആഗ്രഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഈ കാര്യം പറഞ്ഞു. പിതാവും മകനും വീട്ടിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇവരിൽ രണ്ടുപേരിൽ ഒരാൾ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ, രണ്ടുപേരും നറുക്കെടുപ്പ് നടത്തുക. അത് ഖൈസുമ തന്റെ മകൻ സയ്യിദിനോട് പറഞ്ഞു, നമ്മളിൽ നിന്ന് ഒരാളെ പോകാൻ സാധിക്കുള്ളൂ എങ്കിൽ നീ സ്ത്രീകളുടെ അടുത്ത് നിൽക്കുക, അവരുടെ മേൽനോട്ടത്തിന്, അവരുടെ സംരക്ഷണത്തിനായി. അതത് സയ്യിദ് പറഞ്ഞു, സ്വർഗം അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യമായിരുന്നുവെങ്കിൽ തീർച്ചയായും താങ്കളുടെ വാക്കിന് ഞാൻ മുൻഗണന നൽകുമായിരുന്നു. എന്നാൽ ഞാൻ സ്വയം ഷഹാദത്ത് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും നറുക്കെടുപ്പ് നടത്തി. സയ്യിദിന്റെ പേരിൽ നറുക്കു വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബദറിൽ പുറപ്പെട്ടു. ബദർ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു. അങ്ങേ അമർ ബിൻ അബ്ദുൽ അവദിന് ആണ് ഷഹീദാക്കിയത്. മറ്റൊരു നിവേദനം അനുസരിച്ച് തഈമ ബിൻ അദിയാണ് ഷഹീദാക്കിയത്. തഈമയെ അതിർത്ത് ഹംസ ബദർ യുദ്ധത്തിലും അമർ ബിൻ അബ്ദുൽ അതിർത്ത് അലി ഖന്തക് യുദ്ധത്തിലും വധിക്കുകയുണ്ടായി. അതിർത്ത് അലി വിവരിക്കുന്നു, ബദർ ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ മുസ്ലിങ്ങളുടെയും നിഷേധികളുടെയും നിര പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ ഞാൻ ഒരാളെ അന്വേഷിച്ചു പുറപ്പെട്ടു. അപ്പോൾ ഞാൻ എന്താണ് കാണുന്നത്? ഒരു മണലിന്റെ കുന്നിന് കീഴിൽ അതിർത്ത് സയ്യിദ് ബിൻ ഖൈസുമ ഒരു മുശ്രിക്കുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എന്നാൽ ആ മുശ്രിക്ക് അതിർത്ത് സയ്യിദിനെ ഷഹീദാക്കി. ആ മുശ്രിക്ക് ലോഹയുടെ പടച്ചട്ട അണിഞ്ഞിരുന്നു, കുതിരപ്പുറത്ത് യാത്രയായിരുന്നു. പിന്നീട് അയാൾ കുതിരപ്പുറത്തിന് പുറത്തിറങ്ങി. അയാൾ എന്നെ തിരിച്ചറിഞ്ഞു, എന്നാൽ അയാളെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. അയാൾ എന്നെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. ഞാൻ അയാളിലേക്ക് മുന്നോട്ട് കുതിച്ചു. അയാൾ മുന്നോട്ട് വന്ന് എന്നെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ താഴേക്ക് പിന്നിലേക്ക് വന്നു, ഉയരത്തിൽ നിന്ന് എന്റെ അടുത്ത് വരുന്നതിന് വേണ്ടി. അത് യുദ്ധത്തിന്റെ ഒരു തത്വമാണ്. അധികം മുകളിൽ നിന്ന് ആക്രമിക്കരുത്. എനിക്ക് ഈ കാര്യം ഇഷ്ടപ്പെട്ടില്ല, ഉയരത്തിൽ നിന്ന് എന്നെ ആക്രമിക്കുന്നത്. ഞാൻ പിന്നിലോട്ട് വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഓ ഇബ്നു അബി താലിബ്, ഓടിപ്പോവുകയാണോ? ഞാൻ അയാളോട് പറഞ്ഞു, കരീബുൻ മുഫർരിബുൻ ഇഷ്തറ, ഇഷ്തറയുടെ മകൻ ഓടിപ്പോകുന്നത് അടുത്താണ്, അതായത് അസാധ്യമാണ്. ഇഷ്തറ എന്നുള്ളത് ഒരു ചൊല്ലാണ്, അറബികളിലുള്ള പറയുന്നു. ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, ഒരു കൊള്ളക്കാരനുണ്ടായിരുന്നു. അയാൾ കൊള്ളയടിക്കാൻ വേണ്ടി വരുമായിരുന്നു. ആളുകൾ ആക്രമിക്കുമ്പോൾ അയാൾ ഓടിപ്പോകുമായിരുന്നു. എന്നാൽ അയാളുടെ ഓടിപ്പോക്ക് താൽക്കാലികമായിരുന്നു. വീണ്ടും തന്നെ അവസരം നോക്കി അയാൾ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഇത് ഒരു പഴഞ്ചൊല്ല് എന്ന രീതിയിൽ അറബികളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യം പിന്നോട്ട് പോവുക തന്ത്രത്തിനായി, പിന്നീട് ആക്രമിക്കുക. അതിർത്ത് അലി പറയുന്നു, എന്റെ ചുവടുകൾ ഉറച്ചപ്പോൾ അയാളും എന്റെ അടുത്തെത്തിയപ്പോൾ അയാൾ വാളുകൊണ്ട് എന്നെ ആക്രമിച്ചു. ഞാൻ അതിനെ എന്റെ പരിചയിൽ ഏറ്റുവാങ്ങി. എന്നിട്ട് അയാളുടെ തോളിൽ ഈ വിധത്തിൽ ആക്രമിച്ചു. എന്റെ വാൾ അയാളുടെ പടച്ചട്ടയെ കീറിമുറിച്ചു മുന്നോട്ട് പോയി. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്റെ വാൾ അയാളെ അവസാനിപ്പിക്കുമെന്ന്. അപ്പോൾ എനിക്ക് പിന്നിൽ നിന്നൊരു വാളിന്റെ തിളക്കം കാണാനായി. രണ്ടാമത്തെ ആക്രമണം ഞാൻ നടത്താൻ പോകുകയായിരുന്നു. പിന്നിൽ നിന്ന് എനിക്ക് വാളിന്റെ ഒരു തിളക്കം കാണാൻ സാധിച്ചു. ഞാൻ എന്റെ തല ഉടനെ തന്നെ താഴ്ത്തി. പിന്നിൽ നിന്ന് ഒരു വാൾ വരുന്നതായി കണ്ടു. ആ വാൾ ഇത്ര ശക്തമായ നിലയിൽ ആ ശത്രുവിന്റെ മേൽ പതിച്ചു. അയാളുടെ തല പടച്ചട്ടയടക്കം ശരീരത്തിൽ നിന്ന് വേറിട്ടു പോവുകയുണ്ടായി. ഹദ്റത്ത് അലി പറയുന്നു, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു അത് ഹദ്റത്ത് ഹംസയായിരുന്നു. അയാളോട് പറയുകയായിരുന്നു, എന്റെ ആക്രമണത്തെ നീ ഏറ്റുവാങ്ങുക, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകൻ തന്നെയാണ്. ഈ റിവായത്തിൽ നിന്ന് ഇന്നാള് അദ്ദേഹത്തെ വധിച്ചു എന്നാണ് പറയുന്നല്ലോ. തൈമ ബിൻ അദിയാണ് ഹദ്റത്ത് സഅദിനെ ഷഹീദാക്കിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നീട് അയാൾ അവിടെ തന്നെ വധിക്കപ്പെടുകയും ചെയ്തു. ഒരു റിവായത്ത് അനുസരിച്ചുകൊണ്ട് ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 2 കുതിരകൾ ഉണ്ടായിരുന്നു. ഒരു കുതിരപ്പുറത്ത് ഹദ്റത്ത് മുസഅബ് ബിൻ ഉമൈറും മറ്റ് ഒന്നിൽ ഹദ്റത്ത് സഅദ് ബിൻ ഖൈസുമയുമായിരുന്നു.
ഹദരത്ത് സുബൈർ ബിൻ അവാം, ഹദരത്ത് മിഖ്ദാർ ബിൻ അസ്വദും ഒരാൾക്ക് ശേഷം മറ്റൊരാൾ എന്ന നിലയിൽ അതിൽ യാത്ര ചെയ്തു. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പക്കൽ എത്ര കുതിര ഉണ്ടായിരുന്നു? ഇതുമായി ബന്ധപ്പെട്ട് വിവിധ റിവായത്തുകൾ ചരിത്രത്തിൽ നമുക്ക് ലഭിക്കുന്നു. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബിന്റെ ചിന്താഗതി ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പക്കൽ 70 ഒട്ടകങ്ങളും 2 കുതിരകളും ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. ചില മറ്റ് ഗ്രന്ഥങ്ങളിൽ കുതിരകളുടെ എണ്ണം 3 എന്നും 5 എഴുതിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾ, കുതിര, ഒട്ടകം, അതിന്റെ എണ്ണം എല്ലാം തന്നെ നിഷേധികളുടെ സാധന സാമഗ്രികളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ താരതമ്യം ചെയ്യാൻ പോലും സാധിക്കുമായിരുന്നില്ല. എന്നാൽ മുസ്ലിങ്ങളുടെ മേൽ ആക്രമണം ഉണ്ടായപ്പോൾ, യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോൾ, ശത്രുക്കൾ അവരുടെ ഭാവനയിൽ ഇസ്ലാമിനെ അവസാനിപ്പിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി വന്നപ്പോൾ ആ വിശ്വാസികൾ തങ്ങളുടെ സാധന സാമഗ്രികളിലേക്ക് നോക്കിയില്ല, കുതിരകളിലേക്ക് നോക്കിയില്ല. മറിച്ച് അള്ളാഹുവിനു വേണ്ടി, ത്യാഗത്തിനു വേണ്ടിയുള്ള ഒരു വ്യാകുലത ഉണ്ടായിരുന്നു. ഏതുപോലെ ഈ മറുപടിയിൽ നിന്നും വ്യക്തമാണ്, ഇവിടെ എന്തെങ്കിലും ഭൗതികമായ കാര്യത്തിനുള്ള ആഗ്രഹമായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിനു വേണ്ടിയുള്ള ത്യാഗമായിരുന്നു. അതുകൊണ്ട് മകൻ പിതാവിനോട് പറഞ്ഞു, ഇവിടെ താങ്കൾക്ക് എനിക്ക് മുൻഗണന നൽകാൻ സാധിക്കുകയില്ല. ഏതായിരുന്നാലും അവർക്കൊരു ആവേശം ഉണ്ടായിരുന്നു. അത് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തു. വിജയം അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്തു. അള്ളാഹു ഓരോ നിമിഷവും ഈ സഹാബാക്കളുടെ ദറജകൾ ഉയർത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.